ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാല്ലേ? ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. സ്ക്രീന് വിസിബിൾ ആണോ അവിടെ? ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ഇപ്പം നമ്മളെ ടോപ്പിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നോ യുവർ സെൽഫ്, ഗ്രോ യുവർ കരിയർ, എ ലൈഫ് സ്കിൽ ഫൗണ്ടേഷൻ ഫോർ യുവർ കരിയർ ജേർണി അല്ലേ? നമ്മൾ പൊതുവെ നോ യുവർ സെൽഫ് എന്ന് നമ്മളെ സെൽഫ് അവയർനെസ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മളെ കരിയറിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം സെൽഫ് അവയർനെസ് എത്രത്തോളം നമ്മളെ കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളൊരു ലൈഫ് സ്കിൽ ഫൗണ്ടേഷൻ, ഈ സെൽഫ് അവയർനെസ് നമ്മൾ എങ്ങനെ നമ്മളെ കരിയറിന് അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ലൈഫിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചെറിയൊരു ഇൻസൈറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു സമയം കടന്നു പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ആളുകൾ, നമ്മളതിലുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവരും, ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങൾ അതിൻ്റെ ഒരു ചാറ്റായിട്ടൊന്ന് ചെയ്തണം. അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം, ഞാനൊരു ക്വസ്റ്റ്യൻ, ഹു ആർ യു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ആവും ആദ്യമായിട്ട് നമ്മളെ മൈൻഡിൽ വരില്ല അല്ലേ? നമ്മളെ പേര്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ക്വാളിഫിക്കേഷന്. ഇതൊന്നും ഇല്ലാതെ ഒരു ആൻസർ നമുക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യന്? ഓഡിബിൾ അല്ലേ? ഓക്കെ, ഹ്യൂമൻ ബീങ് അബ്ദുൽ നാസർ. ഓക്കെ, ദെൻ ബാക്കിയുള്ള ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് യൂസ് ചെയ്യാം. യെസ്, പ്രൊഡക്റ്റ് ഇഫ് അവർ തോട്ട്, പിന്നെ ചേഞ്ച് മേക്കർ, പിന്നെ ബാക്കിയുള്ള ആളുകൾ. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നാണ് പലപ്പോഴും നമ്മൾ സെൽഫ് അവയർനെസ് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലേ? ഹു ആർ യു എന്നുള്ളത് നമ്മളോട് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ക്വാളിഫിക്കേഷനോ നമ്മുടെ അഡ്രസ്സോ ഒന്നും ഇല്ലാത്തതിൽ ഇപ്പം പല ആളുകളും ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അല്ലേ? സോ ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ സെൽഫ് അവയർനെസ് കൊണ്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് തന്നെ നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു റിയലൈസേഷനിൽ നോക്കുന്ന സമയത്ത് സെൽഫ് അവയർനെസ് എങ്ങനെ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കേണ്ടതുണ്ട്. എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ പറയുന്നത് എന്നുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എത്തുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേജുകൾ നമുക്ക് ലൈഫിലുണ്ട്. നമ്മൾ ചൈൽഡ് ആയിരിക്കുമ്പോൾ, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ, നമ്മളൊരു യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ, നമ്മളൊരു പാരൻ്റ് ആയിരിക്കുമ്പോൾ, നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ, നമ്മൾ ടോട്ടലി നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സമയത്തൊക്കെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രാധാന്യമുള്ളത്. എന്തിനു മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് തന്നെ നോ യുവർ സെൽഫ്, ഗ്രോ യുവർ കരിയർ അല്ലേ? കരിയർ എന്ന് പറയുന്ന ഒരു വിശാലമായ നമ്മളെ ലൈഫിലെ ഏകദേശം ഒരു 30 വർഷത്തോളം നമ്മൾ കൊണ്ടുപോവേണ്ട ഒരു അത്രയും ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തുന്നത് ശരിക്കും നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നിരന്തരം നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെ. നമ്മൾ ഒരു സമയത്ത് അത് ചോദിച്ചൊരു ആൻസർ കിട്ടി ആ ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ആളുകളല്ല നമ്മൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ
സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത്, ഈ അടുത്തത് എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൂ ആർ യു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടല്ലാതെ നമുക്ക് സെൽഫ് അവയർനെസ്സിലോട്ട് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. ഇപ്പൊ നമ്മളെ അരിസ്റ്റോട്ടലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കോട്ടാണ് നോയിങ് യുവർ സെൽഫ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം, അല്ലേ? നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ അച്ചീവ്മെൻറ്റുകളും നമ്മൾ, അത് കരിയർ ആയിക്കോട്ടെ, നമ്മളെ ലൈഫിലുള്ള മറ്റുള്ള അച്ചീവ്മെൻ്റ് ആയിക്കോട്ടെ, നമ്മളെ നോളജ് ആയിക്കോട്ടെ, എല്ലാ സക്സസും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വിസ്ഡവും അത് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുന്നുള്ളൂ. അത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആ ജേണി തുടങ്ങുന്നത്. സോ അത്തരത്തിലൊരു ജേണിയാണ് അത്. കരിയറുമായി ബന്ധപ്പെട്ട് ഒരു ലൈഫ് സ്കില്ലിലൂടെ ഒരു സെൽഫ് അവയർനെസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ട് ആഹ്, എങ്ങനെ അത് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഒരു വർക്ക് കൾച്ചർ, ഒരു പുതിയ ലോകം, പുതിയ വർക്ക് സംബന്ധമായിട്ട് നമ്മുടെ വർക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് സെൽഫ് അവയർനെസ് ആസ് എ ലൈഫ് സ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഇപ്പം നമ്മളൊക്കെ ഈ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ ഡിഫറെൻറ്റ് പ്രൊഫഷനിലുള്ള ആളുകളുണ്ട് അവിടെ, അല്ലേ? ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന, പിന്നെ അതുപോലെ തന്നെ കരിയർ ബിൽഡ് ചെയ്യാൻ കരിയർ ആസ്പിറൻസ് ഉണ്ട്, സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഡിഫറെൻറ്റ് മേഖലയിൽ ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനിൽ പല കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. സോ നമ്മുടെ ലൈഫിലെ പല വെല്ലുവിളിയും എങ്ങനെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ലൈഫ് സ്കില്ലിലൂടെ ഒരു സെൽഫ് അവയർനെസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ സെൽഫ് അവയർനെസ് ആസ് എ ലൈഫ് സ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് സെൽഫ് അവയർനെസ്സിലൂടെ നമുക്ക് പറയും. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്, അല്ലേ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കരിയറിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു ലൈഫുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ സെൽഫ് അവയർനെസ് എങ്ങനെയൊക്കെ ഇടപെടാന്ന്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇമോഷനെ, നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ തോട്ട്സിനെ, ഈവൻ നമ്മുടെ റിലേഷൻഷിപ്പിനെ, നമ്മുടെ സ്ട്രെസ്സിനെ, ഇതൊക്കെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് നമ്മൾക്ക് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു സ്വയം ബോധമുണ്ട് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ലൈഫ് സ്കില്ലിലെ ഏറ്റവും കോർ 10 ലൈഫ് സ്കില്ലിലെ ഏറ്റവും ആദ്യമായിട്ട് WHO ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൽഫ് അവയർനെസ് ആണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറയാൻ പറ്റുമോ? It's known as the mother of all skills. യെസ്, യെസ്. നമ്മൾ WHO അങ്ങനെ തന്നെ അതിൻ്റെ ഫ്രെയിംവർക്കിൽ അങ്ങനെ തന്നെ പറയണ്ടേ, ഇറ്റ്സ് എ മദർ ഓഫ് ഓൾ ലൈഫ് സ്കിൽ. നമ്മളെ ലൈഫ് സ്കില്ലിൽ പെടുന്ന മറ്റുള്ള എല്ലാ ലൈഫ് സ്കില്ല്, അത് എമ്പതി ആയിക്കോട്ടെ, അത് നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ആയിക്കോട്ടെ, നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങുന്ന എല്ലാ ലൈഫ് സ്കില്ലിൻ്റെയും ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആ, ഒരു കോണ്ടൻ്റാണ് ശരിക്കും സെൽഫ് അവയർനെസ് എന്ന്. സോ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇവൻ്റാണ് നമ്മളെ കരിയർ എന്ന് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏകദേശം ഒരു 20 വയസ്സോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തുടങ്ങി ഏകദേശം നമ്മൾ റിട്ടയർമെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയം വരെ നീണ്ടു നിൽക്കുന്ന, നമ്മുടെ ലൈഫിനെ ബാക്കി എല്ലാ മേഖലയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏരിയയും കൂടിയാണ് കരിയർ. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വെല്ലുവിളി ആയിട്ടുണ്ട്. ആ വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് അവയർനെസ് നമ്മൾ ഒരു ലൈഫ് സ്കില്ലിൻ്റെ ഒരു ആംഗിളിൽ നമ്മൾ അതിനൊരു പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യം. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഇമോഷൻ ആയിക്കോട്ടെ, നമ്മളെ ഫീലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ തോട്ട് പ്രോസസ്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ സെൽഫ് അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് നമുക്ക് മനസ്സിലായി. ഇതേ സാധനമാണ് നമ്മുടെ കരിയർ. ഇപ്പോൾ നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ സ്കില്ലുകൾ, അതേപോലെ തന്നെ നമ്മുടെ എബിലിറ്റീസുകൾ, നമ്മുടെ ടാലൻറ്റുകൾ, നമ്മളെ പാഷന്, ഇങ്ങനെ കുറേ ഘടകങ്ങൾ നമ്മൾ അതിൽ ചൂസ് ചെയ്യാറുണ്ട് കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്.
അപ്പോൾ ഈ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സാധനങ്ങൾ റോള് മാത്രം നോക്കാതെ ബാക്കി നമ്മുടെ ഇമോഷനെയും ഫീലിങ്സിനെയും നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലും നമുക്കുണ്ടാകുന്ന ഒരു അവയർനെസ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് കരിയറിനെ ഒരു ഏറ്റവും നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷനെയും തോട്ട്സിനെയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കരിയർ ഗ്രോ ചെയ്യുന്നത് മാത്രമല്ല നമുക്കത് ഓരോ സ്റ്റേജിലും നമുക്കത് അവെയറായി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് അവയർനെസ് നമ്മുടെ പേഴ്സണൽ ആൻഡ് കരിയർ ലൈഫിൽ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ നമ്മൾ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ എന്താണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ സ്വയം ബോധം, സ്വയം എന്ത് ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള ചിന്തകൾ, നമ്മളതായിട്ടുള്ള തോട്ടുകൾ, നമ്മളതായിട്ടുള്ള നമ്മളതായിട്ടുള്ള കുറേ ബോധങ്ങളുണ്ടാവും. സോ അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നും ഒരു കരിയറിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കാണുക എന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇതൊക്കെ ഇതിൽ വരുന്ന ഒരുപാട് ഘടകങ്ങളും കൂടി നമ്മൾ പരിഗണിച്ച് നമ്മുടെ സൊസൈറ്റിയെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മളെ ഉള്ളിൽ നിന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടുകളെയും അറിയുക എന്നുള്ളതാണ് നമ്മളൊരു സെൽഫ് അവയർനെസ് ആസ് എ ലൈഫ് സ്കിൽ എന്നുള്ളത് കൊണ്ട്. സോ അത്ര അറിയുന്നതോട് കൂടി നമുക്ക് നമ്മളതായിട്ട് വരുന്ന ഒരുപാട് സ്ട്രെസ്സുകളായിക്കോട്ടെ, നമ്മളതായിട്ട് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ആണ്. ചില സമയത്ത് നമ്മൾ ലൈഫിലെ പല ഇവൻറ്റിലും സ്റ്റക്കായി നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അത് ഇത്തരത്തിൽ രണ്ട് ഘടകങ്ങളെയും നമ്മളെ ഈ ഇന്നറായിട്ടുള്ള ഘടകങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ ഔട്ടറായിട്ടുള്ള ഘടകങ്ങളെയും മനസ്സിലാക്കി കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുന്നു. ആ കരിയറിന് നമുക്ക് കുറച്ചും കൂടി സമാധാനത്തോടെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ വെല്ലുവിളികളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്കറിയാം പുതിയ കാലത്തെ വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, വർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് വേൾഡ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് കരിയറിലായിക്കോട്ടെ, മറ്റുള്ള പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ. സോ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഈ സെൽഫ് അവയർനെസ് കൊണ്ട് നമ്മളെ ക്യാപ്പബിൾ ആക്കുന്നത്. സോ അത്തരത്തിൽ നമ്മൾ കരിയറിനെ കാണുകയും കരിയറിനെ അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് നമുക്ക് കരിയറിനെ ബിൽഡ് ചെയ്യാനും നമുക്ക് സെൽഫ് അവയർനെസ്സിലൂടെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം, നിങ്ങളൊരു ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടൈമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്ത ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ റിയലൈസ് ആയി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ റിയലൈസ് ചെയ്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റും? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ. അഫ്സർ ബാബു സാർ, ഓക്കെ. ഏറ്റവും കുറഞ്ഞ സംസാരം അല്ലേ? അതേമാതിരി പറഞ്ഞു ഇപ്പം നമ്മൾ പറഞ്ഞു സെൽഫ് അവയർനെസ് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന സാധനമാണ്. നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ അവയർനെസ് കാണിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ്. സോ നമ്മൾ അവസാനമായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യമാണ് നമ്മളെക്കുറിച്ച് തിരിച്ചറിഞ്ഞെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? ഓക്കെ. ലിസൺസ്, ഇഗ്നോർ നെഗറ്റീവ്സ്, പേഷ്യൻസ്,
ഓക്കെ, ഗ്രേറ്റ്. കാരണം പല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് അവയർനെസ് നമ്മൾ ഒരിക്കലും ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട സാധനമല്ല. അത് നമ്മൾ നിരന്തരം നമ്മളെ അവയർനെസ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് റിയലൈസേഷൻ, ഇപ്പോൾ എനിക്കും പേഴ്സണലായിട്ട് പല റിയലൈസേഷനും ഞാനും റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ഈ ഒരു റിയലൈസേഷൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ശരിക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലോട്ടാണ്. ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും നല്ല സെൽഫ് ഗ്രോത്തിലേക്കും അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ കരിയറിലോട്ടും നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള റിയലൈസേഷനിലൂടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. ചില പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിങ്ങനെയല്ലല്ലോ, അത് ഈ രീതിയിലല്ലല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ അത്തരത്തിൽ റിയലൈസേഷൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റീലേൺ ചെയ്ത് അല്ലെങ്കിൽ ചില സാധനങ്ങൾ അൺലേൺ ചെയ്ത് അത്തരത്തിൽ നമ്മൾ സെൽഫ് അവെയർഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സെൽഫ് അവയർനെസ്സിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് രണ്ട് മൂന്ന് ആംഗിളിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കാം, ചിലപ്പം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പാരൻസ് ഉണ്ടായിരിക്കാം, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ആളുകൾക്കാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആംഗിളിൽ സംസാരിക്കുമ്പോൾ ഒന്ന് സെൽഫ് അവയർനെസ് ഏത് രീതിയിൽ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജോബ് സീക്കർ എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് ഈ സെൽഫ് അവയർനെസ് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ സെൽഫ് നമ്മൾ കണ്ടെത്തുന്നുള്ളത്. ഇപ്പോൾ ഒരു ജോബ് സീക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആദ്യമായിട്ട് വേണ്ടത് അയാളൊരു കരിയർ ക്ലാരിറ്റിയാണ്, അല്ലേ? എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ബോധം. ഈ എന്ത് തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ പൊതുവെ നമ്മളെ കരിയർ ഇതിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളെ പേഴ്സണാലിറ്റി ട്രൈറ്റ്, അതേപോലെ തന്നെ നമ്മളെ മറ്റുള്ള എബിലിറ്റീസ്, നമ്മളെ സ്ട്രെങ്ത്ത്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിനെ ഒരു വിശാല അർത്ഥത്തിൽ കാണേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്കില്ലിൽ നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിലോട്ട് പോകാൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനൊരു വളരെ വിശാലമായിട്ട് തന്നെ കാണേണ്ടത്. അത് എൻ്റെ ട്രൈറ്റിൽ പെട്ടതാണ്. ഇപ്പോൾ പേഴ്സണാലിറ്റി ട്രൈറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് പേഴ്സണാലിറ്റികളുണ്ട്, അല്ലേ? നമ്മൾ ആളുകളായിട്ട് ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി മറ്റുള്ള ലെവലിൽ ഇടപെടുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് നമ്മളെ പേഴ്സണാലിറ്റി സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ടൈപ്പ് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമ്മളെ ഇമോഷനെയും ഫീലിങ്സിനനുസരിച്ച് നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുള്ള മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു കരിയർ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് അവയർനെസ് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ ജോബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബേസിക്കായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും സമാധാനപരമായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന നമ്മൾ എഡ്യൂക്കേഷൻ പോലും ഉപയോഗിക്കുന്നു. സോ നമ്മൾ ഒരു കരിയറിൽ വരുന്ന സമയത്ത്, നമ്മൾ കരിയറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല ആളുകൾക്കും അത്തരത്തിലുള്ള ആശങ്കകൾ വരുന്നുണ്ട്. ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ കരിയറിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ടത്തെ ഒരു കരിയർ സ്ട്രക്ചർ അനുസരിച്ച് നമ്മളൊരു കരിയറിൽ നിന്നുകൊണ്ട് ആ കരിയറിൽ തന്നെ നമ്മൾ ഒരു റിട്ടയർമെൻ്റ് എടുക്കുന്ന ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആയിരുന്നു കണ്ടത്. ഒരു ലീനിയർ കരിയർ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി പുതിയ കാലത്ത് ഒരാൾ തന്നെ പലവിധ മേഖലകളിലും ഇടപെടുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ചില മേഖലയിൽ ഇടപെടുന്ന സമയത്തായിരിക്കും നമ്മളൊരു മൊത്തം കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് വേറൊരു മേഖലയിൽ ഇടപെടുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനത്തെ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സോ അത്തരത്തിൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്ന
ഒരു കരിയറിലോട്ട് അല്ലെങ്കിൽ ഒരു മേഖലയിലോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് സാധ്യമാണ്. കാരണം അവസരങ്ങൾ പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 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 സ്റ്റേജിൽ നമുക്കുണ്ടായിരുന്നത് വളരെ പരിമിതമായ ഓപ്ഷനായിരുന്നു അല്ലേ? തൊഴിലെന്ന് പറഞ്ഞത് വളരെ പരിമിതമായിട്ടുള്ള ഓപ്ഷനായിരുന്നു. ബാക്കി പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തൊഴിലെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കരിയർ എന്ന് പറഞ്ഞത് വളരെ വിശാലമായിട്ടുള്ള സാധ്യതകളാണ്. അത് നമ്മൾ പല അർത്ഥത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന ആളുകൾ. സോ അത്തരത്തിൽ നമുക്ക് ആ രൂപത്തിലെങ്കിലും എൻഗേജ് ചെയ്ത് പോകാൻ. അപ്പോൾ ഇത് രണ്ട് നോക്കുന്ന സമയത്ത് നമ്മളെ പേഴ്സണൽ ലൈഫിനെയും നമ്മളെ പ്രൊഫഷണൽ ലൈഫിനെയും നമുക്ക് ഒരുമിച്ച് കൊളാബ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. മറ്റത് നേരെ തിരിച്ചായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ഒരു സാധനം ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു മെറ്റീരിയൽ ഒരു പ്രോസസ്സ് എന്നുള്ള നിലക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു സ്റ്റേജൊക്കെ വരുന്ന ആളുകൾ പലപ്പോഴും ആണ്. അവിടെയാണ് പലപ്പോഴും നമ്മുടെ ഈ സ്ട്രെസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ ഇമോഷണൽ ഡാമേജുകളായിക്കോട്ടെ, ഈവൻ നമ്മളെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ്. സോ അവിടുന്ന് നമ്മളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് അവയർനെസ് നമ്മൾ വീണ്ടും ചോദിക്കുക, ഹൂ ആർ യു? ഞാൻ ആരാണ്? അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കപ്പാസിറ്റി എന്താണ്? എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള സെൽഫ് അവയർനെസ്സിൻ്റെ മേഖലയിലേക്ക് കടന്നുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു കരിയർ ആസ്പിറൻ്റ് എന്നുള്ള നിലക്ക് ആ രീതിയിൽ ഇടപെടുക. നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ എന്നുള്ള ആ രീതിയിൽ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ആളുകളൊക്കെ ആയിക്കോട്ടെ, നമുക്ക് മറ്റുള്ള ആളുകളെ ഗൈഡ് ചെയ്യാനും കൂടി അത്തരത്തിൽ നമ്മൾ സ്വയം ബോധമാകാം, മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം ഗൈഡ് ചെയ്യാനും കൂടി നമുക്ക് വളരെ കഴിയേണ്ടതുണ്ട്. സോ അത്തരത്തിൽ സെൽഫ് അവയർനെസ് എല്ലാ ആളുകളെയും ഒരുപോലെ കരിയറിൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ റിയലൈസേഷനാണ്. സോ എങ്ങനെ നമുക്ക് ഇനി സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? Yes, yes. യെസ് യെസ്. ഇപ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള ഒരുപാട് നമ്മൾ സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഈവൻ ഇപ്പം നമ്മളെ ഈ സോട്ട് അനാലിസിസ് പ്രോസസ്സൊക്കെ നമ്മൾ പലപ്പോഴും കുട്ടികളിലൊക്കെ അല്ലെങ്കിൽ കരിയർ ആസ്പിറൻസിലൊക്കെ ചെയ്യാണ്. അതായത് നമ്മുടെ സ്ട്രെങ്ത്ത്, നമ്മളെ കോർ ഏരിയ മനസ്സിലാക്കി അതിനോട് മാച്ച് ചെയ്യുന്ന ജോബ് റോളുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കരിയർ തിയറിയിലൊക്കെ പറയുന്ന ഹോളണ്ടിൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ് തിയറിയൊക്കെ പറയുന്നത് നമ്മൾ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതിനോട് മാച്ച് ചെയ്യുന്ന പല ഏരിയ ജോബ്സുകളുണ്ട്. സോ അങ്ങനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നോക്കുക. സോ അങ്ങനെ മാച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഇമോഷനും നമ്മുടെ ഫീലിങ്സിനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സാധനം കൂടി നമ്മൾ പുതിയ കാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. സ്ക്രീന് വിസിബിൾ ആണോ? Yes. യെസ് സർ. First skill Change തന്നെയാണ് ആവുണ്ടോ സ്ക്രീന്? self awareness as a life skill. ഓക്കെ, ചേഞ്ച് ആയില്ലല്ലോ സ്ക്രീൻ? ഇല്ല. വെരി ഗുഡ്. വിസിബിൾ ആണ്. Okay ആണ്, okay ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. സോ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് സ്കില്ലിൻ്റെ ആംഗിളിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്ട്രെങ്ത്ത്, നമ്മളെ കോർ ഏരിയ,
ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമോഷനും ഫീലിങ്സും അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ് പ്രോസസ്സുകളൊക്കെ മനസ്സിലാക്കേണ്ടതുള്ള ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കിയതാണ് പുതിയ കാലത്ത് നമ്മൾ ജോബ് പലപ്പോഴും അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ ആ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ മാത്രം അതിനെ റിയലൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ പലപ്പോഴും വളരെ ഇപ്പോൾ കരിയറിലൊക്കെ പല പൊസിഷനിൽ നമ്മൾ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പുതിയൊരു കരിയറിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അവർ പേഴ്സണലി അവരെ ഇമോഷൻ ആയിക്കോട്ടെ, അവരെ ഫീലിങ്സ് ആയിക്കോട്ടെ, അവരൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, ഇത് മീറ്റ് ചെയ്യാതെ പോകുന്നിടത്താണ് നമ്മൾ ലൈഫ് സ്കില്ലിൻ്റെ ഒരു പ്രധാനം ഉള്ളത്. കാരണം അവിടെ നമ്മൾ ഇമോഷനെ ഫീലിങ്സിനെ ഇതൊക്കെ മനസ്സിലാക്കുക, അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ ചുറ്റുപാടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളെ കുറിച്ച് മാത്രമല്ല അറിയേണ്ടത്, നമ്മളെ ചുറ്റുപാടിനെ കുറിച്ച് അറിയേണ്ട ആവശ്യകതയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ നമ്മളൊരു ഇൻ്റർപേഴ്സണൽ സ്കില്ലിലൂടെയൊക്കെ നമുക്ക് സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് നമ്മളൊരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു സാധനം കിട്ടും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ജൊഹാരി വിൻഡോ മെത്തേഡ്, അല്ലേ? എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ ഇത് നമ്മളും ആളുകളും തമ്മിൽ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലിലൂടെ മനസ്സിലാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇന്റർപേഴ്സണൽ സ്കില്ലിലൂടെ നമ്മൾ സെൽഫ് അവയർനെസ് മനസ്സിലാവുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു 4 സോണായിട്ടാണ് നമുക്ക് ഇതിൽ ജൊഹാരി വിൻഡോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ദ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, ദ ഓപ്പൺ ഏരിയ ഉണ്ട്, ദ ഹിഡൻ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ അൺനോൺ ഏരിയ, അല്ലേ? ഇപ്പോൾ ഓരോ സ്റ്റേജ്, ഇപ്പോൾ 4 സ്റ്റേജ്, ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ദ ഓപ്പൺ സെൽഫ്, അതായത് നമ്മൾ എന്താണെന്നുള്ളത് എന്തറിയാം, നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അറിയാം. ഈ 2 പേർക്കും അറിയാം. അതാണ് ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചുറ്റുള്ള ആളുകൾക്കോ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് അവർക്കറിയാം നമ്മൾ എന്താണ്, നമ്മുടെ കപ്പാസിറ്റി എന്താണ്. പിന്നെ അതേപോലെ തന്നെ അത് നമുക്ക് അങ്ങനെ വിസിബിൾ ആണുള്ള കാര്യം. അതേപോലെ തന്നെ ബ്ലൈൻഡ് സെൽഫിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിച്ചാൽ മറ്റുള്ള ആളുകൾക്ക് അറിയാം, പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, അല്ലേ? നമ്മളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്കറിയില്ല. പക്ഷെ അത് കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് അവരിലൂടെ നമുക്ക് കണ്ടെത്താനുള്ള ഏറ്റവും സെൽഫ് അവയർനെസ്സിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ബ്ലൈൻഡ് സെൽഫ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഹിഡൻ സെൽഫ്, അതായത് എനിക്കറിയാം പക്ഷെ ഞാൻ മറ്റുള്ള ആളുകളായിട്ട് റിവീൽ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമാണ്. പലപ്പോഴും ഈ സാധനങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത് ഇതേപോലത്തുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെയും നമ്മളെ ലൈഫിൽ പല മേഖലയിൽ ഇടപെടുന്ന സമയത്താണ്. സോ അതേപോലെ തന്നെ അൺനോൺ സെൽഫ് പറയുന്നുണ്ട് ഇതിൽ 4th സ്റ്റേജ് ആയിട്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അത് എത്രത്തോളം നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന, അത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്കോ അറിയില്ല, നമുക്കും അറിയില്ല. പക്ഷെ നമ്മൾ അതിനെ ഡിസ്കവർ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ അൺനോൺ സെൽഫിനെ ഡിസ്കവർ ചെയ്യും. ശരിക്കും ആ അൺനോൺ സെൽഫിലേക്കുള്ള ഒരു ജേണിയും കൂടിയാണ് ശരിക്ക് സെൽഫ് അവയർനെസ്. സോ നമ്മൾ ഈ മറ്റുള്ള 3 ഏരിയകൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇൻപുട്ടും കൂടിയാണ് നമ്മൾ അൺനോൺ സെൽഫ്. അതായത് നമ്മളെ ഉള്ളിലുള്ള ആക്ച്വൽ പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരിയറിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലായിക്കോട്ടെ നമ്മളെ കരിയറിലായിക്കോട്ടെ, അത്തരത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നമ്മുടെ ഉള്ളിൽ കണ്ടെത്താനാവാത്ത അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റി, അതൊരു ടാലൻ്റ് ആയിക്കോട്ടെ, ഒരു എബിലിറ്റി ആയിക്കോട്ടെ, ഒരു സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ചിന്തനായിക്കോട്ടെ, ഇത്തരത്തിൽ അൺനോൺ ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ കരിയറിൽ കുറച്ച് സാധനങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും. അവിടെയാണ് നമ്മുടെ പർപ്പസും വാല്യൂ ഒക്കെ നമുക്ക് അവിടെ റിയലൈസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 കാര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല, എനിക്ക് അറിയാത്തതും മറ്റുള്ളവർക്ക് അറിയുന്നതും, അതായത് നമുക്ക് 2 പേർക്കും അറിയുന്നത്, അങ്ങനെ 3 ഏരിയകൾ എന്ന് വെച്ചാൽ ഈ ആർക്കും, ഞാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും കണ്ടെത്താത്ത അൺനോൺ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കുള്ള ശരിക്ക് ഒരു ജേണി കൂടിയാണ് നമ്മുടെ സെൽഫ് അവയർനെസ്. ആ സമയത്താണ്, അങ്ങനത്തെ ഒരു സാധനം കണ്ടെത്തുന്ന സമയത്താണ് നമ്മുടെ നമ്മളെ കരിയറിൽ പുതിയൊരു സാധനം കൂടി വരുന്നത്, ഒരു പർപ്പസ് എന്നുള്ള ഒരു സാധനം. ശരിക്കും ലൈഫ് സ്കില്ലിൻ്റെ
ലൈഫ് സ്കില്ലിൽ ഏറ്റവും കൂടുതൽ സെൽഫ് അവയർനെസ്സിനെ ഇത്രത്തോളം കണക്ട് ചെയ്ത് പോകുന്നത് മറ്റുള്ള ലൈഫ് സ്കില്ലിനോടൊപ്പം, അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും വലിയൊരു റീസണും കൂടി ശരിക്കും ഇതാണ്. സെൽഫ് അവയർനെസ് നമുക്ക് കിട്ടുന്ന ഒരു തലമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എബിലിറ്റീൻ്റെ അപ്പുറത്തേക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു പൊട്ടൻഷ്യലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൂടെ കണ്ടു. അത് മറ്റുള്ള ഓരോ ലൈഫ് സ്കില്ലുകളോട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴേ നമുക്ക് അപ്പോൾ ടോട്ടലി നമുക്ക് അതിനൊരു ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൽഫ് അവയർനെസ് ഞാൻ എന്താണെന്ന് അറിയുന്നതിലപ്പുറത്തേക്ക് അത് എൻ്റെ ഇന്നറായിട്ടുള്ള എബിലിറ്റീസിനെ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റിനെ, എൻ്റെ ഇമോഷൻസിനൊക്കെ മനസ്സിലാവും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ മറ്റുള്ളവരെ കുറിച്ചും അറിയുക, അതിനോടൊപ്പം വളരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അതിലൂടെ മാത്രമേ നമ്മളെ സെൽഫിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നേരത്തെ ഇതിൽ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലേ, നമ്മളെല്ലാവരും പരിചയമുള്ള സാധനം തന്നെയാണ്. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, അവിടെ സേഫ്റ്റി നീഡ്സ് ഉണ്ട്, ലവ് അല്ലെങ്കിൽ ബിലോങ്ങിങ്സ് ഉണ്ട്, എസ്റ്റീം എന്നുള്ളത്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ്. അതായത് ഒരു മനുഷ്യന് ജനിച്ച് മനുഷ്യൻ മരിക്കുന്നത് വരെയുള്ള ഒരു ലൈഫിൻ്റെ ഒരു ഏറ്റവും വലിയ ഇവൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത, നമ്മൾ സെൽഫ് അവേർഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഓരോ സ്റ്റേജിലെത്തും. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു കരിയറിൽ ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത്, എൻ്റെ ഫിസിയോളജിക്കൽ സ്റ്റേജിലാണോ ഉള്ളത്, അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റേജിലാണോ ഉള്ളത്, അങ്ങനെ ഓരോ സ്റ്റേജിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അവെയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കരിയറിൽ നിൽക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ചുറ്റുപാടുകൾ അറിയുക എന്നുള്ളിടത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പർപ്പസ് ബിൽഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ച് വാല്യൂസ് ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന്. സോ അതിലൂടെ നമുക്ക് എത്താവുന്ന ഏറ്റവും ടോപ്പ് ലെയറിൽ, ഇപ്പം ഇതിൽ മാസ്ലോ പറയുന്ന പോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഇപ്പോൾ ബിലോങ്ങിങ്സ് ആയിക്കോട്ടെ, നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ എസ്റ്റീം ആയിക്കോട്ടെ. ഇപ്പോൾ എസ്റ്റീമിൽ പല ആളുകളും എസ്റ്റീമിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് മെജോറിറ്റി ആളുകൾ. കാരണം എസ്റ്റീമിൽ മാസ്ലോ പറയുന്നത് നമുക്ക് നമ്മളെ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ നമ്മളെ സെൽഫ് റെസ്പെക്റ്റ്, മറ്റുള്ളവർ തരുന്ന റെസ്പെക്റ്റ്, റെക്കഗ്നീഷന്, ഇതൊക്കെയാണ് നമുക്ക് എസ്റ്റീമിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മളിലേക്ക് ഒരു പർപ്പസും കൂടി വരുന്ന സമയത്താണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ലെവലിലോട്ട് നമ്മളെ സെൽഫ് അവയർനെസ് എത്തിക്കുന്നത്. സോ ഇത് കരിയറിലും വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു മെഷീൻ ലെവലിൽ ഒരു ജോലി എടുത്ത് പോകുന്ന അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾ ഈ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്, നമ്മളെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ, നമ്മളെ കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഓരോ നീഡിനനുസരിച്ചാണ് ശരിക്ക് ഹൈറാർക്കി പോകുന്നത് അല്ലേ. നമുക്കറിയാം ഫിസിയോളജിക്കൽ നമ്മളെ വളരെ ബേസിക് ആയിട്ടുള്ള ലൈഫിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുന്ന റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സേഫ്റ്റി ആയിരിക്കും ആവശ്യം അല്ലേ. നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മുടെ ഒരു കൺസേൺ. അത് കഴിഞ്ഞ് നമുക്ക് ഹെൽത്തും ഈ രണ്ട് സാധനങ്ങളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മളെ റിലേഷൻഷിപ്പ്, ലവ്, അഫെക്ഷൻ, ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അവിടെ നിന്നും റിയലൈസ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ എസ്റ്റീമിലോട്ട് എത്തുന്നത്, ഒരു സെൽഫ് എസ്റ്റീമിലോട്ട് എത്തുന്നത്. അവിടെയാണ് നമ്മളൊരു ഡിഗ്നിറ്റി, നമ്മളൊരു റിയൽ സെൽഫ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റെക്കഗ്നീഷൻ, ഈ സാധനങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് സെൽഫ് എസ്റ്റീമിലാണ്. അവിടെ നിന്നും നമ്മൾ സെൽഫ് അവയർനെസ്സിൻ്റെ ജേർണി തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ലൈഫിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്ക് സെൽഫ് അവയർനെസ് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കരിയറിൻ്റെ അപ്പുറം ഒരു ബേസിക് ഒരു ടെക്നിക്കൽ കരിയറിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ സൊസൈറ്റിയിൽ പല ചേഞ്ചുകളും മറ്റുള്ളവരെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിൽ നമ്മളെ കരിയറിനെ മാറ്റും. ഇപ്പം നമുക്കറിയാം ഒരുപാട് നമ്മളെ മുന്നിൽ ഒരുപാട് ലീഡേഴ്സ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ലീഡേഴ്സ് ആയിക്കോട്ടെ, റിഫോമേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ശരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലെത്തിയാണ്.
ഈ എസ്റ്റീമിൻ്റെ അപ്പുറത്തേക്ക് അവരൊരു പർപ്പസ് ബിൽഡ് ചെയ്ത് ഒരു പർപ്പസിനെ കണ്ടെത്തി അവരെ സെൽഫിനെ അവിടെ റിയലൈസ് ചെയ്ത് ആ പർപ്പസിന് വേണ്ടി അവരെ ലൈഫ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ലൈഫിൻ്റെ കരിയർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അത് സോഷ്യൽ റിഫോമേഴ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ള നമ്മൾ ആളുകളൊക്കെ കാണാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇലോൺ മസ്കിനെ കാണുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് ബിൽഡ് ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള കരിയർ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ കോൺട്രിബ്യൂഷൻസ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സോ അത്തരത്തിൽ നമ്മൾ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് എത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സാലറി കിട്ടുന്നോ അല്ലെങ്കിൽ നമുക്ക് സ്വയം നമുക്ക് ഡിഗ്നിറ്റി കിട്ടുന്നതോ സെൽഫ് റെസ്പെക്റ്റ് കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരിക്കലും നമ്മുടെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ പുതിയ കാലത്ത് ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജികൾ മാറുന്ന സമയത്ത് പുതിയ വെല്ലുവിളികൾ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഒരു പർപ്പസും വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ ലൈഫ് സ്കിൽ ഫൗണ്ടേഷൻ ഫോർ യുവർ കരിയർ ജേണി എന്നുള്ളൊരു സാധനം സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കൽ സൈഡിൽ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു ലൈഫിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് നമ്മൾ ആർക്കും അത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷന് പലപ്പോഴും നമ്മളെ ഇടയിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെൽഫ് ഗ്രോത്തിലേക്ക് നമ്മളെ സ്റ്റുഡൻസിനെ എത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷണൽസിനെ എത്തിക്കേണ്ട ഒരു ആവശ്യകത കൂടിയാണ് നമ്മൾ ലൈഫ് സ്കില്ലിലൂടെ നമുക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് ഈ എങ്ങനെ നമ്മളെ സെൽഫ് അവയർനെസ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കരിയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസിബിൾ അല്ലേ, സ്ക്രീൻ വിസിബിൾ അല്ലേ? Yes, yes. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ സെൽഫ് അവെയർഡ് ആയി അല്ലെങ്കിൽ നമ്മൾ വിസിബിൾ ആയി. ഇപ്പോൾ ഒരു ഒരു കരിയർ ആസ്പിറൻറ്റിനെ സംബന്ധിച്ചോളം ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ലാതെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിനാണ് ഇപ്പോൾ നമ്മൾ ഒരു കരിയർ ഒരു കോമ്പസ് എപ്പോഴും നമുക്കറിയാം. കോമ്പസ് എപ്പോഴും ഒരു നോർത്ത് ഡയറക്ഷൻ നമുക്ക് എപ്പോഴും കാണിച്ചു തരും അല്ലേ? സോ ഇവിടെ നമ്മൾ കരിയർ കോമ്പസിന് നമുക്ക് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷന് നമുക്കൊരു 4 പാർട്ടായിട്ട് തിരിക്കാം. അതിൽ നോർത്ത് എന്നുള്ളതിന് ആ ഡയറക്ഷന് നമുക്ക് നീഡ്സ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഈസ്റ്റിന് നമുക്ക് എനർജി എന്ന് കൊടുക്കാം, എസ്സിന് സ്ട്രെങ്ത് എന്ന് കൊടുക്കാം, ഡബ്ല്യുവിന് നമുക്ക് വറീസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 4 ഡയറക്ഷന് നമ്മൾ ഇതുപോലെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മുടെ സെൽഫ് അവയർനെസ്സിനെ നമ്മളെ കരിയറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ആദ്യമായിട്ട് നമ്മളെ നീഡ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. ഈ നീഡ് തിരിച്ചറിയുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ആസ്പെക്റ്റിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കരിയറിന് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് പണത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പുതിയ കാലത്ത് അത് പണം മാത്രം നോക്കിയിട്ടല്ല ആളുകൾ പുതിയ തലമുറ ആയിക്കോട്ടെ എല്ലാവരും ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ട് എല്ലാം. സോ അത്തരത്തിൽ നമ്മളെ നീഡിനെ എനിക്ക് എന്താണ് ഏറ്റവും വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ആ നീഡിനനുസരിച്ച് നമ്മുടെ ബാക്കി വരുന്ന 3 എണ്ണമാണ്. ഇപ്പോൾ എനർജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് കാര്യമാണ് എന്നെ കൂടുതൽ എനർജൈസ് ചെയ്യുന്നത്, ഞാൻ എവിടെ എൻഗേജ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂടുതൽ എനർജി ചെയ്യുന്നത്, എന്ത് കാര്യമാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ മനസ്സിലാവും. സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റിയാണ്. അത് നമ്മളെ ഇന്നർ കപ്പാസിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ട്രൈറ്റുകളായിക്കോട്ടെ, അതേപോലെ തന്നെ വറീസ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നൊക്കെ പറയാം. നമ്മൾ എന്ത് സാധനമാണ് നമ്മൾ പിന്നോട്ട് വലിക്കുന്നത്, എന്ത് കാര്യത്തിൽ നിന്നാണ് പിന്നോട്ട്. അപ്പോൾ നമ്മൾ ഈ നോർത്ത് അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറഞ്ഞ ഡയറക്ഷന് നമ്മൾ സെറ്റ് ചെയ്ത് എന്താണ് നമ്മൾ ആവശ്യകത എന്നുള്ള ഇതിൽ നമ്മൾ വളരെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ നീഡിനെ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന നേരത്തെ പറഞ്ഞ കരിയറിന് മറ്റുള്ള എലമെൻറ്റുകളായിക്കോട്ടെ
കുറച്ച് ടെക്നിക്കൽ വരുന്ന സ്ട്രെങ്ത് ആയിക്കോട്ടെ, വീക്ക്നെസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നമ്മൾ എവിടെയാണോ നമ്മളെ പാഷൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യപ്പെടുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുന്നത്, അത്തരത്തിലുള്ള എലമെന്റുകളൊക്കെ പരിഗണിക്കുമ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് വന്ന് ഈ മൂന്ന് ഒരുമിച്ച് വന്ന് നമ്മൾ സെറ്റ് ചെയ്ത നീഡിലോട്ട് അതിൻ്റെ ഡയറക്ഷൻ തരുന്നുണ്ടെങ്കിൽ നമ്മൾ കരിയറിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ സെൽഫ് അവയർനെസ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കരിയർ കോമ്പസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ. എന്താണോ നമ്മുടെ നീഡ്, ആ നീഡ് ഇപ്പോൾ കരിയർ നോക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ പർട്ടിക്കുലർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി കരിയറുള്ള ആളുകൾക്ക് എന്താണോ നമ്മുടെ ആക്ച്വൽ നീഡ്, ഇപ്പം റൈറ്റ് നൗ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു റിയലൈസേഷൻ, ആ റിയലൈസേഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി വർക്കിംഗ് പ്രൊഫഷണൽ കൂടുതലായിട്ട് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. കാരണം അവർ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ കരിയറിൻ്റെ പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ നീഡ് ശരിക്കും കുറച്ചും കൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ട് തന്നെ അവർക്ക് ആ നീഡിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ നീഡിലോട്ട് നമ്മളെ ബാക്കിയുള്ള മൂന്ന് എലമെന്റുകളും, ഇപ്പോൾ നമ്മുടെ എനർജി ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, നമ്മളെ വറീസ് ആയിക്കോട്ടെ, ഈ വറീസിനെ നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ സ്ട്രെങ്ത്, ആ നീഡിലോട്ട് എത്തപ്പെടുന്ന ഏത് സ്ട്രെങ്ത് ആണോ ഞാൻ കുറച്ചും കൂടി പോളിഷ് ചെയ്യേണ്ടത്, എവിടാണോ എൻ്റെ എനർജി, ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മളെ നീഡിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു കരിയർ കോമ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ സെൽഫ് അവയർനെസ്സിനെ നമ്മൾ കരിയറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പർപ്പസും ഒരു വാല്യൂം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യത വരും. ആ നീഡിലാണ് ശരിക്കും ആ ഒരു സാധനം കൂടി വരുന്നത്, നമ്മുടെ ഒരു പർപ്പസും വാല്യൂ. എന്തുകൊണ്ട് നമ്മൾ പർപ്പസും വാല്യൂ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ എത്തണം, സെൽഫ് അവയർനെസ്സിൻ്റെ ഒരു സ്റ്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന എന്താണ്, നോ ഗ്രോ ഗെയിൻ. സോ നമ്മൾ അറിയെ, നമ്മൾ സ്വയം വളരെ ഗീവ്, മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ സെൽഫ് അവയർനെസ്സിലെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതോട് കൂടിയിട്ടാണ് ശരിക്കും നമ്മളെ ഒരു കരിയർ എന്നുള്ള ലെവലിലും നമ്മളൊരു പേഴ്സണൽ ലൈഫും കരിയർ ലൈഫും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകും. അത് രണ്ട് തലത്തിലും നമ്മളെ പേഴ്സണൽ ലൈഫ് ഗ്രോ ചെയ്യുന്നതോടൊപ്പം നമ്മളെ കരിയറും അത്തരത്തിൽ ഗ്രോ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മുന്നിൽ, ഒരുപാട് കരിയർ എന്നുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് അറിയാണ്ട്, അതിനപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് നമ്മളെ മുന്നിലാണ്. ഇവരൊക്കെ ഇവരെ നീഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പർപ്പസും വാല്യൂം, ലൈഫിലെ ഒരു പർപ്പസും വാല്യൂം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് എത്തുന്നത്. സോ അവിടെ നമ്മൾ നോ യുവർ സെൽഫ് ഈസ് ദ ഫൗണ്ടേഷൻ, നോയിങ് യുവർ സെൽഫ് ഈസ് ദ ഫൗണ്ടേഷൻ. അത് നമ്മളൊരു ഫൗണ്ടേഷൻ, നമ്മുടെ ജേർണീൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരി സാധനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഗ്രോയിങ് യുവർ സെൽഫ് ഈസ് ദ ജേർണി. നമ്മൾ ആ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് നമ്മൾ ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗിവിങ് യുവർ പർപ്പസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ ആ ജേർണിയിലൂടെ പോയി നമ്മൾ പർപ്പസ് തിരിച്ചറിഞ്ഞ് നമ്മളെ വാല്യൂസും നമ്മൾ പർപ്പസിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ കരിയർ എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഒരു സെൽഫ് അവയർനെസ്സിൻ്റെ, നേരത്തെ നമ്മളെ നീഡ് നോക്കുന്ന സമയത്ത് ആ നീഡിൻ്റെ ഹൈറാർക്കിയിൽ നമുക്ക് ഓരോ സ്റ്റേജ് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബിഗിനിങ്ങിൽ ചോദിച്ച ഹു ആർ യു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിരന്തരമായിട്ട് പല സ്റ്റേജിലും നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യകതയോടുണ്ട്. സോ അത്തരത്തിൽ ആണ് നമ്മൾ ഈ ഒരു ചെറിയൊരു സമയം നിങ്ങളിലേക്ക് ഉപയോഗിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ വേൾഡിൽ പറയുന്ന ഏറ്റവും വലിയ ഇതുണ്ട്, ഏറ്റവും വലിയ കരിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ആൻസർ എന്താ, വേൾഡിൽ ഏറ്റവും വലിയ കരിയർ ഒന്ന് പറയാം. വേൾഡിൽ ഏറ്റവും വലിയൊരു കരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ പറയാൻ ഓഡിബിൾ ആണോ?
ഹെൽത്ത് കെയർ ഏതാ? ഹെൽത്ത് കെയർ ആണോ? ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ അല്ല, പിന്നെ വേറെ എന്തെങ്കിലും? മുസിൻ സാറേ, നമ്മുടെ പാഷനും പർപ്പസും മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യുന്ന കരിയർ. യെസ്, അതന്നെ. അതിനെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ പാഷനും നമ്മളെ സെൽഫ് അവയർനെസ്സും അല്ലെങ്കിൽ നമ്മൾ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പർപ്പസ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് ലോകത്ത് എത്തിപ്പെടുന്ന ഏറ്റവും വലിയ കരിയർ എന്ന് പറയുന്നത് നമ്മളത് സോഷ്യൽ റിഫോമർ എന്നുള്ള ലെവലിലാണ്. ഒരു സോഷ്യൽ റിഫോമറിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് ലോകത്ത് വേറൊരു കരിയർ ഇല്ല. സോ അത് തുടങ്ങുന്ന ആ സോഷ്യൽ റിഫോമർ എന്ന് പറഞ്ഞൊരു ജേണി തുടങ്ങുന്നത് അത് ശരിക്കും നമ്മുടെ സെൽഫിനെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആംഗിളിൽ നമ്മൾ സെൽഫിനെ റിയലൈസ് ചെയ്ത് നമ്മളൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി നീഡ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സെൽഫ് എസ്റ്റീമിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മളെ സൊസൈറ്റിയെ മനസ്സിലാക്കി നമ്മളെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മൾ സൊസൈറ്റിയെ തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു പർപ്പസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പർപ്പസ് സെറ്റ് ചെയ്ത് ആ വാല്യൂസിലൂടെ നമ്മൾ സൊസൈറ്റിയെ ലീഡ് ചെയ്യുന്നിടത്താണ് ലോകത്ത് ഇന്ന് ഏറ്റവും വലിയൊരു കരിയർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പല മേഖല, ഇപ്പോൾ സോഷ്യൽ റിഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ സൊസൈറ്റിയിൽ നമ്മൾ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല മേഖല, ഇപ്പോൾ നമ്മൾ ഇടപെടുന്ന പല മേഖലയിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. സോ അത്തരത്തിലേക്കൊക്കെ വളരുമ്പോൾ നമ്മൾ സ്വയം വളരുകയും അതിനോടൊപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളത് ആണ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നത്. സോ അത്തരത്തിലേക്കുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു പർപ്പസ് സെറ്റ് ചെയ്ത് പോകാനും കൂടി നമ്മൾ സെൽഫ് അവയർനെസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ചിന്തിച്ചാൽ മതി, നമ്മൾ ഇപ്പം എവിടെ നിൽക്കുന്നു, നമ്മൾ ഇനി എന്താണ് നമ്മളൊരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൊസൈറ്റിയെ മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനാണ് ലൈഫ് സ്കില്, സെൽഫ് അവയർനെസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. അത് നമ്മുടെ കരിയറിൽ നേരത്തെ പറഞ്ഞ് ഒരു 30 വർഷത്തോളം, ഒരു 35-40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇവന്റിനെ അത് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കുക പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് അവയർനെസ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, നോട്ട് എ വൺ ടൈം റിയലൈസേഷൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാനുള്ളത്. ഇതൊരു പ്രോസസ്സാണ്, അത് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് റിയലൈസ് ചെയ്ത ഒരു സാധനം ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ തോട്ട് പ്രോസസ്സ് ഇന്ന് റിയലൈസ് ചെയ്ത് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാധനമല്ല. അത് നിരന്തരം നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മളെ പർപ്പസും വാല്യൂസും മറ്റുള്ള ഇമോഷൻസും സാധനങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ സെൽഫ് അവയർനെസ്സിന് അത്രയും നന്നായിട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോ വെല്ലുവിളികളെയും നമുക്ക് ഏറ്റവും നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ സെൽഫ് അവയർനെസ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷന് ഏകദേശം സമയമായി. ഇനി നമുക്ക് ഇതിലെ ഇൻട്രാക്ഷൻസ് ഒക്കെ നോക്കാം. സർ, നമുക്ക് റിയൽ ലൈഫിൽ ആങ്കർ മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാം? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചായിരുന്നു റിയൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ആങ്കർ മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് അതൊക്കെ എങ്ങനെ കൊണ്ടുവരാം? നമ്മൾ സെൽഫ് അവയർനെസ്സിൽ പല മേഖലകളിലായിട്ട് നമ്മൾ പല റിയലൈസേഷൻ, നേരത്തെ പറഞ്ഞ നമ്മളൊരു കരിയറിൻ്റെ ആസ്പെക്റ്റിൽ മാത്രമായിരുന്നു നമ്മൾ അതിപ്പോൾ ജവഹാരി വിൻഡോ മോഡൽ അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് മോഡൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷന് നമ്മൾ സെൽഫ് അവയർനെസ്സിൻ്റെ ഒരു ഭാഗമാണ്. സോ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ ഏറ്റവും റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു ടൂളായിട്ട് നമുക്ക് മെഡിറ്റേഷന് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയും സെൽഫ് ജേർണലിംഗ് എന്ന് പറയും സെൽഫ് അവയർനെസ്സിൽ.
അപ്പോൾ സെൽഫ് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് എന്ത് കാര്യത്തിനാണോ ഞാൻ ദേഷ്യപ്പെട്ടത് എന്നുള്ളത്, ഇന്ന് എൻ്റെ ഇമോഷൻ എന്തായിരുന്നു എന്നുള്ളത് എഴുതി വെക്കുക. ആ എഴുതി വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ജേർണലിങ്ങിൽ ഞാൻ എങ്ങനെയായിരുന്നു അത് മാറ്റേണ്ടിയിരുന്നതെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പതിയെ പതിയെ നമ്മൾ റിയലൈസ് ചെയ്ത് പോകും. ഇങ്ങനെ ഓരോ ചെറിയൊരു സ്റ്റെപ്പിലൂടെ നമുക്ക് അതിനെ റിയലൈസ് ചെയ്ത് നമ്മളെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മളെ ചുറ്റുപാടുള്ള റിലേഷൻഷിപ്പിലേക്ക് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ സെൽഫ് അവയർനെസ്സിൻ്റെ എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്ത് നമ്മൾ ഏതൊക്കെ ആംഗിളിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. ഓക്കെ സർ. ഈ മെഡിറ്റേഷനുള്ള സ്ക്രിപ്റ്റ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കുമോ? നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട്. അതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ് പ്രോസസ്സുകൾ അതിലുണ്ട്. നമുക്ക് അവൈലബിൾ ആണ്. ഹലോ, ആ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ആ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു മെന്റർഷിപ്പ് കിട്ടുമോ? എങ്ങനെ ഒരു ജോബില് റീച്ച് ചെയ്യാന്നുള്ള രൂപത്തില്? തീർച്ചയായിട്ടും നമ്മളവിടെ സിജിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമ്മളെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളെ സിജിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിലേക്കൊന്ന് ബന്ധപ്പെടാം. ഓക്കെ. സർ, ഞാൻ അഫ്സർ ബാബു. സാർ. വളരെ വളരെ ലളിതമായി വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. നല്ല ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എൻ്റെ ചോദ്യം, ചെറിയ കുട്ടികളിൽ യെസ്. സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവരോട് നമുക്ക് എങ്ങനെ അത് നിർദ്ദേശിക്കാൻ കഴിയും? നമ്മൾ കുട്ടികളെ നിർദ്ദേശിക്കുന്നതിന് എൻ്റെ ഒരു സജഷനാണ് അത്. എത്രത്തോളം നമ്മൾ നിർദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ അവരെ ലൈഫിലെ എല്ലാ ഇവൻറ്റുകളിലെയും ബന്ധപ്പെടുത്തി നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അറിഞ്ഞ് അവരെ മുന്നോട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും സെൽഫ് അവയർനെസ്സിൻ്റെ. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളാണ്. അത് ശരിക്ക് കുട്ടിയായിരിക്കുമ്പോൾ, ഒരു ചൈൽഡ് ആയിരിക്കുമ്പോൾ അവർ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ലെവല് അത് കുറച്ചും കൂടി കൂടുതലാണ്. അത് അവരെ ലൈഫ് ലോങ്ങിൽ അവർ ഒബ്സർവ് ചെയ്ത, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു സമയത്ത് അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യം അവർ ലൈഫ് ലോങ്ങിൽ അത് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യും. ആ സമയത്തൊക്കെ ഒരു കരിയറിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് അവർ അവർ ഇടപെട്ട മേഖലകളിൽ നിന്നുള്ള ഇൻസൈറ്റുകൾ, അവിടുത്തെ തിരിച്ചറിവുകൾ, ഇതൊക്കെ അവർ വളരെയധികം പ്രധാനം. ഇപ്പം നമ്മളൊരു ഉപദേശം എന്നുള്ള ലെവലിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവരെ ഇപ്പം നമ്മളെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ആസ് ടീച്ചറാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡൻസിനെ ഇവരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇവരെ കണക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അവിടെ അവർക്ക് ഒരുപാട് റിയലൈസേഷൻ, അവിടെ നമുക്ക് ചിലപ്പോൾ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു, ചിലപ്പം ചില സജഷൻസ് കൊടുക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ പറയാനുള്ളത്, നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവർ, ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ കാണിച്ചു കൊടുത്തൊരു റോൾ മോഡൽ ആവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവരുടെ കളിപ്പാവകൾ, അവരുടെ ഡ്രസ്സ്, അവരുടെ ഷൂ, അവരുടെ പുസ്തകം, ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായി അവരുടെ ലൈഫിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു ചെറിയ ധാരണയും പറഞ്ഞു കൊടുക്കലൊക്കെ ചെറുപ്പത്തിൽ തന്നെ, ചെറിയ സ്റ്റേജിൽ. ചൈൽഡ് ഈസ് ലൈക്ക് മങ്കി എന്നാണ് പറയുന്നത്. യെസ് യെസ് യെസ്. അപ്പോൾ ചൈൽഡ് ഈസ് ലൈക്ക് ആൻ ആൻറ്റിന, നമ്മളൊക്കെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു MBA ഒന്നുമല്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അത്തരം ചെറിയ കാര്യങ്ങളൊക്കെ അവരിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്കില്ലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന
പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. മറ്റൊന്ന്, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻസ് ടു ഓൾ ഹു ലിസൺ. ചെറിയ കുട്ടികളിൽ ആങ്കറും പേഷ്യൻസും നമുക്ക് നിർദ്ദേശങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതിലപ്പുറം മറ്റെന്ത് ടെക്നിക്സ് ആണുള്ളത് കുട്ടികളിൽ ആങ്കർ മാനേജ് ചെയ്യാനും അതുപോലെ പേഷ്യൻസ് ബിൽഡ് ചെയ്യാനും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടീഷനിങ് ആണ്. ഇപ്പോൾ TA തിയറി പറയുന്നത് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ദേഷ്യം പിടിച്ച് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് അതിന് അവരാവശ്യപ്പെടുന്ന കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർ യൗവനവും യുവത്വവും വിവാഹ ജീവിതത്തിലൊക്കെ അവരെന്ത് ചെയ്യും, ഇതേപോലെ തന്നെ അവർ പെരുമാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അവർ ക്ഷമ കാണിക്കുമ്പോൾ, പോസിറ്റീവ് ബിഹേവിയർ കാണിക്കുമ്പോൾ മാത്രം അവർക്ക് പ്രസൻറ്റ് കൊടുക്കുക, ചിരിക്കുക, അവരെ പാറ്റ് ചെയ്യുക, ചാറ്റ് ചെയ്യുക. നെഗറ്റീവ് ഇമോഷൻസ് കഴിയുന്നതും കാണിക്കുന്ന സമയത്ത് അവരെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് അവരെ കണ്ടീഷൻ ചെയ്യാൻ പറ്റുക ചെറുപ്രായത്തിൽ. പിന്നെ അവർക്ക് 3 ഈഗോ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് പാരന്റ്, അഡൾട്ട്, ചൈൽഡ്. അപ്പം അത് പാരന്റ് ഈഗോ സ്റ്റേറ്റും അഡൾട്ട് ഈഗോ സ്റ്റേറ്റും ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ പൊതുവെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇണങ്ങലും പെട്ടെന്ന് പിണങ്ങലൊക്കെ വരുന്നത്. ദാറ്റ്സ് ആൾ. ചെറിയ കുട്ടികളുടെ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ പാരൻസ് അറ്റൻഷൻ കൊടുക്കേണ്ടത്. നാസർ മാഷ് പറഞ്ഞ പോലെ നമ്മൾ അൺകണ്ടീഷണലായിട്ട് കുട്ടികളെ സ്നേഹിക്കേണ്ടതുണ്ട്. അവര് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ നമ്മൾ പല തിരക്കിലായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ഗ്ലാസ്സോ പ്ലേറ്റോ ഉണ്ടാവുക. ആ കുട്ടിയെടുത്ത് പൊട്ടിക്കുമ്പോഴാണ് രക്ഷിതാക്കള് അടുത്തേക്ക് വരിക. ഇത് കുട്ടികളിൽ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുള്ള സംഗതികളുണ്ട്. പിന്നെ നേരത്തെയും ചോദിച്ച ആങ്കർ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ്, നമുക്കൊരു E+R=O എന്ന് പറയുന്ന ഒരു സൂത്രവാക്യമുണ്ട്. നമ്മളില് സംഭവങ്ങള് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് 90% പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരാൻ കാരണം. അപ്പൊ കുട്ടികളോടും ഈ രീതിയിൽ നമ്മൾ പെരുമാറിക്കൊണ്ട് ഔട്ട്കം നന്നാക്കുക എന്നുള്ളതാണ്. ഒരു സംഭവമായിരിക്കും, പക്ഷെ നമ്മൾ കൊടുക്കുന്ന 2 റെസ്പോൺസ് ആണെങ്കിൽ 2 റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ 10% നമ്മുടെ അടുത്തായിരിക്കാം, 90% നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ആയിരിക്കും. അപ്പൊ കുട്ടികളിലും നമുക്കിത് അപ്ലൈ ചെയ്തുകൊണ്ട് റിസൾട്ട് ഔട്ട്കം നന്നാക്കാനുള്ള റെസ്പോൺസിന്റെ കൺട്രോൾ നമ്മളിലാണ്. പക്ഷെ സംഭവങ്ങളുടെ കൺട്രോള് നമ്മുടെ കയ്യിലല്ല. നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് റിസൾട്ട് മാറും. അതും കുട്ടികളിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് എന്നാ അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ എല്ലാവരും? ഇനി ആർക്കും ഡൗട്ടും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ കെപിൽ ഉക്മാനാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് മുസ്ലിം ക്ലാസ് എടുത്തത്. പക്ഷെ നമ്മളെല്ലാവരും അവഗണിക്കുന്ന ഒരു ഫീൽഡുമാണ്. നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് സെൽഫ് അവയർനെസ്സും ഒരു പാഷനോ പർപ്പസോ ഒരു ഗോൾ സെറ്റിങ്ങോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറികളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഹൈ പെർഫോമൻസിൽ വരുന്നുണ്ട്, അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊരു സെൽഫ് അവയർനെസ്സോ ഒരു ശക്തമായ ഗോളൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ പല തവണ പല സ്ഥലത്തും കേട്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവത്തിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളിലേക്ക് ഇത് കൊടുത്താൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മോഹസിൻ വളരെ മനോഹരമായിട്ട്
സെഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മുഹസിൻ. താങ്ക് യു സർ. എന്നാല് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. മുഹസിൻ സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തന്നു. നമുക്ക് ലൈഫ് സ്കില്ലിനെ കുറിച്ചും സെൽഫ് അവയർനെസ് കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിന് മുഹസിൻ സാറിന് പ്രത്യേകം നന്ദി. ബാക്കിയുള്ള മറ്റുള്ളവരുടെ പേരിലും എല്ലാവർക്കും കൂടി PG യുടെ പേരിലും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.